ഞാൻ എൻ്റെ വീട് വയ്ക്കാൻ തുടങ്ങുന്നത് 23-ാമത്തെ വയസ്സിലാണ്. വീട് വെക്കുന്ന അന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ആരുടെയും പൈസ ഉപയോഗിക്കാണ്ട് ഞാൻ തന്നെ ലോൺ എടുത്തും ഞാൻ ഉണ്ടാക്കുന്നതും ഒക്കെ വെച്ച് തന്നെ വീട് വെക്കും. നമ്മൾ പറയില്ലേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ കിടന്ന് ഈ ആഗ്രഹിക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ ടോക്ക് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, യൂണിവേഴ്സ് നമുക്കായിട്ട് അത് കൊണ്ടുവരും. ഞാൻ പറയും, യൂണിവേഴ്സ് ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവരണതല്ല, നമ്മൾ അത്രയും കഷ്ടപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കണ്ണും കാതും തുറക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കാണും, കൂടുതലായി കേൾക്കും. ഓട്ടോമാറ്റിക്കലി വി വിൽ റീച്ച് ദെയർ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കാണും. ഓക്കെ, കൗണ്ട് ഓൺ ദോസ് തിങ്സ്. ആ സ്ട്രെങ്ത്തിനെ വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് കുടുംബം നമ്മൾ എടുത്തു നോക്കിയാലും ആ കുടുംബത്തിൽ ഏതോ ഒരു ജനറേഷനിൽ ഒരാളായിരിക്കും ആ കുടുംബത്തിൻ്റെ മൊത്തം ഫെയ്റ്റിനെ കയറി തിരുത്തുന്നത്, അല്ലേ? അംബാനിയുടെ ഫാമിലിയിൽ നോക്കിയാൽ അത് ധീരുഭായ് അംബാനിയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, വൈ നോട്ട് മീ, എന്തുകൊണ്ട് എനിക്ക് ആ ആളായിക്കൂടാ. Hello and welcome everybody to the show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീവിദ്യ സന്തോഷാണ്. She is the founder and managing director of Calibre. She has Srees Academy under her name and also Cambria Admissions. So ഇത്രയും കമ്പനികളുടെ ഫൗണ്ടർ ആണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷീ ഈസ് എ ലവ്ലി യൂട്യൂബർ ആസ് വെൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ശ്രീന്ന് വിളിച്ചോട്ടെ. ദ ഫസ്റ്റ് ടൈം ഞാൻ ശ്രീനെ കാണുന്നത് ഇങ്ങനെ പോപ്പപ്പ്, ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വാച്ച് ദിസ് വീഡിയോസ് ആൻഡ് സെഡ്, ഹൂ ഈസ് ദിസ് ലേഡി വിത്ത് സോ മച്ച് ഓഫ് എനർജി, പവർ പാക്ഡ് ആണ് ഈച്ച് യൂട്യൂബ് വീഡിയോ. എനിവേ, വിൽ ടോക്ക് അബൌട്ട് ഓൾ ഓഫ് ദാറ്റ് അറ്റ് ലെങ്ത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത വെൻ ഐ വെൻ ത്രൂ യുവർ കരിയർ പ്രൊഫൈൽ, എൻ്റെ മനസ്സിൽ വന്നത് 18 years of age you started working. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു യൂട്യൂബർ ആൻഡ് ദ സക്സസ്ഫുൾ entrepreneur is probably started her journey a decade back or more, അല്ലേ? ഡെക്കേഡ് അല്ല, അതിലും കൂടുതലായി. 18 years. What was your first job? എന്തായിരുന്നു ആദ്യത്തെ ജോലി? എന്തായിരുന്നു ശമ്പളം? I am very curious to know. 3000 രൂപയായിരുന്നു ആദ്യത്തെ ശമ്പളം. എനിക്കിപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഉള്ള ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഐ യൂസ് ടു ഫൈൻഡ് പീപ്പിൾ ഹു ക്യാൻ സെൽ ഇൻഷുറൻസ്. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ആദ്യം എത്തിപ്പെടുന്നത്. പിന്നെ അവിടെ നിന്ന് പതുക്കെ ഓരോരോ മേഖലയിൽ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും കാല് വെച്ച്, പക്ഷെ എല്ലായിടത്തു നിന്നും മാക്സിമം ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഞാൻ പറയും, ഓരോ സ്ഥലത്തും ഞാൻ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കൊളീഗ്സിൽ നിന്നും എൻ്റെ സുപ്പീരിയേഴ്സിൽ നിന്നും നന്നായിട്ട് ഞാൻ പഠിച്ചു. ഒരുപാട് സമയമെടുത്ത് ഞാൻ പഠിച്ചു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയാണ് എന്നെ ഞാനാക്കിയത്. അല്ല, സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളെ ഒരു ലെവലിൽ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് കോളേജ് ഡിഗ്രീസ് വേണം. ബട്ട് ഐ തിങ്ക് യു സ്റ്റഡീഡ് മോസ്റ്റ്ലി ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. സോ യു സിംപ്ലിഫൈ. ഇപ്പോൾ ഒരു ഫുൾ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം നമ്മുടെ കഴിവും നമ്മുടെ വില്ലിങ്നെസ് ടു ലേൺ ആണ് അതിൽ ഒരു മെയിൻ ഘടകമായിട്ട് കിടക്കുന്നത്. ആബ്സല്യൂട്ട്ലി. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല നമുക്ക് വിദ്യാഭ്യാസം വേണ്ട അല്ലെങ്കിൽ പഠിക്കണ്ട. കാരണം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ട്. പഠിക്കേ വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് വലുതാവാമെന്ന്. പഠനം വേണം. ഒന്നുകിൽ നമുക്ക് കോളേജിൽ ഫുൾ ടൈം പോവാം, എന്നിട്ട് നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം, എന്നിട്ട് സ്റ്റഡീസിനെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിലെന്ത് വേണമെന്ന് തീരുമാനിക്കുക. ഹൗവർ, വിദ്യാഭ്യാസം മുടക്കരുത് എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ഞാൻ PG എടുത്തിട്ടുള്ള ആളാണ്. ഡിസ്റ്റൻസിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്ന ജോലിയായിട്ട് ഒരു ബന്ധവും ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുക? ജസ്റ്റ് പ്ലേയിങ് ദി ഡെവിൾസ് അഡ്വക്കേറ്റ്. ഇല്ല, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, ഒരു പ്രൊഫൈലിൽ നമ്മൾ എത്തി. അപ്പം നമ്മൾ എത്തിയത് നമ്മുടെ സ്കില്ല് കൊണ്ടായിരിക്കും. അവിടെ നിന്ന് അടുത്തൊരു പൊസിഷനിലേക്ക് പോകാൻ അവിടെ തന്നെ ഒരു പ്രൊമോഷൻ ഡ്രൈവ് നടക്കുന്നു എന്ന് വിചാരിക്കും. അന്നേരം അവർ പറയും, ആസ് പെർ ആർ HR റൂൾസ് PG ഈസ് എ റിക്വയർമെൻറ്റ്. നമ്മളവിടെ മല പറിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും അവിടെ ഫലമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കരിയറിൽ നമ്മൾ മുന്നോട്ട് പോകെ അല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് സ്വന്തം ബിസിനസ് ഉള്ള ഇതായിരിക്കണം. അതല്ലാത്തൊരു പൊസിഷൻ ഏതെങ്കിലുമൊക്കെ ടൈമിൽ നമ്മൾ കയറി പോകാൻ ശ്രമിക്കുമ്പം ഇതില്ലാത്തത് നമുക്കൊരു അടിയായി മാറും. ഓക്കെ. അപ്പം അന്ന് പ്രശ്നത്തിലാവരുത്. അപ്പോൾ ഈ 18 years തുടങ്ങിയപ്പോൾ യു വർ ഹയറിങ്, റിക്രൂട്ട്മെൻറ്റ് തന്നെയായിരുന്നു ഇൻ എ വേ. അതിന് ശേഷമുള്ളൊരു ബിഗ് ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? വാസ് ഇറ്റ് ബീങ് ദ ഹെഡ് ഓഫ് ദ റേഡിയോ സ്റ്റേഷൻ? അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു നിയർലി 2 years. അവിടെ റേഡിയോ ഇൻഡസ്ട്രിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. RJ ആയിരുന്നു.
അപ്പോൾ അന്ന് റേഡിയോയിൽ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു, നന്നായിട്ട് ഞാൻ പണ്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് പ്രസംഗ മത്സരങ്ങളും പദ്യപാരായണം അങ്ങനെയൊക്കെയുള്ള അതായിരുന്നു എൻ്റെ ഒരു ഫോട്ടെ. അപ്പോൾ ഈ സംസാരം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഞാൻ ഈ ഒരു RJ ആയി മാത്രം നിൽക്കാനുള്ള ഒരാളല്ല എന്ന പൂർണ്ണ ബോധ്യം എന്നിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രോത്തിന് വേണ്ടി അന്നേ തപ്പുമായിരുന്നു, വായിക്കാൻ പറ്റുന്നിടത്തോളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ആരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അവരോടൊക്കെ സംസാരിച്ച് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ പറയില്ലേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ കിടന്ന് ഈ ആഗ്രഹിക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ ടോക്ക് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, യൂണിവേഴ്സ് നമുക്കായിട്ട് അത് കൊണ്ടുവരും. ഞാൻ പറയും യൂണിവേഴ്സ് ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവരണതല്ല, നമ്മൾ അത്രയും കഷ്ടപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കണ്ണും കാതും തുറക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കാണും, കൂടുതലായി കേൾക്കും, ഓട്ടോമാറ്റിക്കലി വി വിൽ റീച്ച് ദെയർ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആ സമയത്താണ് കേരളത്തിലെ FM റേഡിയോകൾ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഞാൻ പറയും എനിക്കായി തുടങ്ങിയതാണ് റേഡിയോ സ്റ്റേഷൻസ് എന്ന് പറയും. എന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 സ്റ്റേഷനുകളിൽ എനിക്ക് അന്ന് ആ സമയത്ത് ഓഫർ വന്നായിരുന്നു. പക്ഷേ അതിൽ ഒരു സ്റ്റേഷനിൽ എനിക്ക് പല കാര്യങ്ങൾ കൊണ്ടും, മാതൃഭൂമിയായിരുന്നു എനിക്ക് സൗകര്യം, തിരുവനന്തപുരം എന്ന സ്ഥലത്ത് എനിക്ക് നിൽക്കാം, എൻ്റെ നാട്ടിൽ നിൽക്കാം എന്നുള്ളത്. അവർ ഓഫർ ചെയ്ത പൊസിഷൻ, നല്ല വർക്ക് എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുകൊണ്ട് വൺ ഓഫ് ദി യങ്ങസ്റ്റ് ഹെഡ്സ് ആയി മാറി. അതെങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വേർ യു ആർ ദ യങ്ങസ്റ്റ് പ്രോബബ്ലി ഇൻ ദ ടീം. വണ്ടർഫുൾ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ആ ടീമിനെ മൊത്തം നയിക്കുന്നത്. RJs എന്നെക്കാളും പ്രായം കുറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷേ സെയിൽസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിലുള്ള ആൾക്കാർ, ഇവരൊക്കെ എന്ന് പറയുന്നത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പത്രത്തിൽ ഓഫ് കോഴ്സ് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഇൻ്റർവ്യൂവിൽ ഫൈനൽ റൗണ്ടിൽ അവിടുത്തെ HR ഹെഡ് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 5 ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്ന്. അതിൽ ഞാൻ പറഞ്ഞു 5 ചലഞ്ചസ് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൽ ഒരു ചലഞ്ചാണ് ഏറ്റവും വലിയ ചലഞ്ചായി മാറാൻ പോകുന്നത്. കാരണം ഞാൻ നയിക്കുന്നത് എന്നെക്കാളും പ്രായം കൂടിയവരെ ആയിരിക്കും. അപ്പോൾ അവരുടെ മുൻപിൽ എൻ്റെ കഴിവ് ഞാൻ തെളിയിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ മുൻപിൽ ഏറ്റവും വലിയ ചലഞ്ച്. എന്നാലേ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ അക്സെപ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആ ടീമിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വുഡ് ബി മൈ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോട്. പിന്നെ അവിടെ ആയാലും എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും നമ്മളെ, ഇപ്പം പത്രത്തിലൊക്കെ ഒരുപാട് സീനിയർ പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു, അവരൊക്കെ പഠിപ്പിച്ചു നമ്മളെ കാര്യങ്ങൾ. ക്യാൻ യു ഷെയർ വൺ എക്സ്പീരിയൻസ്, ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്ത ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ശ്രീവിദ്യ, ദാറ്റ് യു കുഡ് ജസ്റ്റ് ഷെയർ വിത്ത് മീ? ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ അതിൽ റേഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റൻസി വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അത് വിത്തിൻ റേഡിയോ എന്ന് ഞാൻ പറയില്ല, പാരലലി മറ്റ് പല സ്ഥാപനങ്ങളും ഒരേ ഗ്രൂപ്പിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ സീനിയർ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു നവമാധ്യമത്തിൽ ഒരു ചെറിയ പെങ്കൊച്ച് ഒരു ഹെഡ് പൊസിഷനിലിരിക്കുന്നു. അപ്പോൾ പലതിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യുമ്പോഴത്തേനും ആദ്യം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് ഐ കുഡ് പ്രൂവ് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്നതല്ല, അതിനും അപ്പുറമാണ് എൻ്റെ മെറ്റൽ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, അതായി കഴിഞ്ഞപ്പോഴത്തേനും ആ റെസിസ്റ്റൻസ് എല്ലാം പോയി. പിന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ എല്ലാവരും വില്ലിങ് ആയി എന്നുള്ളതാണ് അവിടുത്തെ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും. അവിടുത്തെ ലോ ലെവൽ ടു ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു എന്നുള്ളതാണ്. ആ സമയത്താണ് ഞാൻ വീട് വെക്കുന്നതും വീട് പാലുകാച്ചതും. എൻ്റെ വീട് പാലുകാച്ചിന് അന്ന് 1500 പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു. അതായത് ഞാൻ എൻ്റെ വീട് വയ്ക്കാൻ തുടങ്ങുന്നത് 23ാമത്തെ വയസ്സിലാണ്. വീട് വെക്കുന്ന അന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ആരുടെയും പൈസ ഉപയോഗിക്കാണ്ട് ഞാൻ തന്നെ ലോൺ എടുത്തും ഞാൻ ഉണ്ടാക്കുന്നതും ഒക്കെ വെച്ച് തന്നെ വീട് വെക്കും. അതായത് അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ എത്ര പ്രായമായാലും അമ്മയ്ക്കത് സ്വന്തം വീടായിരിക്കണം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു 5 പൈസ അതിലേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ നാളെ അമ്മയ്ക്ക് ആ വീട്ടിൽ നിൽക്കുമ്പം ഒന്നും തോന്നരുത്. അങ്ങനെ തോന്നും എന്നല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ പറയും എന്നല്ല, ബട്ട് സ്റ്റിൽ അതുണ്ടാവരുത് എന്ന് അന്നേ ഞാൻ വളരെ കാര്യമായിട്ട് ഷീ ഷുഡ് ഹാവ് ഓൾ ദ ഫ്രീഡം ഇൻ ദാറ്റ് ഹൗസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും ഒന്നും ചെയ്തില്ല. 3-4 കൊല്ലെടുത്തു ഞാൻ എൻ്റെ വീട് വെച്ചത്. പക്ഷേ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കുട്ടികളുണ്ട് 2 പേര്. യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഹസ്ബൻഡ് മസ്റ്റ് ബി വെരി 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 യുണീക്ക്. അതെ, ടെൽ മീ അബൌട്ട് ഇറ്റ്. യുണീക്ക് ഇൻ ദി സെൻസ് ലൈക്ക് പുള്ളി എൻ്റെ ഈ പറയുന്ന ഒരു വർക്ക് കാര്യങ്ങൾ ഇപ്പം എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്.
എനിക്ക് എന്താണോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്യാനുള്ളത്. കാരണം ഞാൻ ഈ ചെറിയ പ്രായത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും വളരെ സീനിയർ പൊസിഷനിലൊക്കെ ഇരുന്നതുകൊണ്ടും സമയം ഒന്നും നോക്കാതെ വർക്ക് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യം ഇത്ര മണിക്ക് വീട്ടിലേക്ക് എത്തുക ഇതൊന്നും പോസിബിൾ ആയിരുന്നില്ല. അപ്പം അതെന്താ ലേറ്റ് ആവുന്നത്, എന്താ 2 ദിവസം നീ വീട്ടിൽ കയറാത്തത്. ഇപ്പോൾ റേഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രോബ്ലമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് റേഡിയോയിൽ ഒരു സ്റ്റേഷൻ ലോഞ്ച് ആവുന്നത്. ഫസ്റ്റ് സ്റ്റേഷൻ അത് തൃശ്ശൂരാണ്. സോ വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 4-4:30 മണിയായപ്പോഴത്തേനും എനിക്കൊരു കോള് വരുന്നുണ്ട്, നാളെ സ്റ്റേഷൻ ലോഞ്ചാണ്, പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ ഇപ്പോഴും ഇഷ്യൂ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സാറിന് അന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റുന്നില്ല, ഓക്കെ കയറി വരൂ അത് ഇതാവുന്നു, പക്ഷേ നമുക്കത് മനസ്സിലാവുമല്ലോ. സോ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഒരു രാത്രി 12 മണിക്ക് മുമ്പ് ഐ റീച്ച് ദെയർ, യു ഡോണ്ട് വറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാറ് വരാൻ പറഞ്ഞു, ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പെട്ടി എടുത്ത് വണ്ടിക്കകത്ത് ഇടുന്നു, ഒരു തലേണ എടുക്കുന്നു, ഞാൻ പോവാണ്. അപ്പോൾ പോലും വീട്ടിൽ നിന്ന് ആരും ഇത്ര മാസം ഗർഭിണിയായ ഒരു കുട്ടി സന്ധ്യാനേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങനെ ഇത്ര ദൂരം റോഡ് ട്രാവൽ ചെയ്ത് കാറിൽ പോകുന്നു അങ്ങനെ ഒരു ചോദ്യമില്ല. അപ്പം എൻ്റെ വയറ്റിനകത്താണ് ഭദ്രമാണ്. ഓക്കെ, പുറത്ത് വരാനുള്ള ആളാണെങ്കിൽ പുറത്ത് വരും, ആരോഗ്യമായി വളരും, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊരു ഇത് പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് ഞാൻ പറയും. റേഡിയോ സ്റ്റേഷൻ്റെ ഹെഡാണെന്ന് പറഞ്ഞു, അവിടെ നിന്ന് യു മൂവ്ഡ് ഓൺ ടു എ ട്രെയിനിങ് സെൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. പക്ഷെ അതിനുശേഷം അതൊരു റെഗുലർ ജോലി എന്ന് വേണമെങ്കിലും കരുതാം. അതിനുശേഷം ഒരു വലിയൊരു ലീപ്പ് ഇൻ ടു ദി അൺനോൺ ആണ്. അതെ, ടെൽ മീ അബൌട്ട് ദാറ്റ് ഫേസ്. ആ ഒരു തീരുമാനം എങ്ങനെ എടുത്തു? ഫ്രം ഗ്രൂമിങ് സെല്ലിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഓൺട്രപ്രണർ ലെവലിലേക്ക് മാറാനുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഇന്നത്തെ പിള്ളേരോടും നമ്മൾ എപ്പോഴും ചോദിച്ചാൽ എല്ലാവരും പറയും എനിക്ക് ഭാവിയിൽ ബിസിനസ് ചെയ്യണം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് എല്ലാവരും പറയാറില്ലേ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അത് എടുപിടിയെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പലതിൽ നിന്നും പഠിക്കണം, പലരിൽ നിന്നും പഠിക്കണം, അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും മനസ്സിലാക്കണം, എന്നിട്ട് വേണം സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ. അങ്ങനെ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റേഡിയോയിൽ എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ കംഫർട്ട് സോണിലാണ്. എന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നു, രാവിലെ അങ്ങോട്ട് വരുന്നു, തിരിച്ച് കൊണ്ടുവിടുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 4 പ്രാവശ്യം എനിക്ക് വേണ്ടി മാത്രം വണ്ടി പോകുന്നത്. നല്ല കളർ വണ്ടിയായിരുന്നു കേട്ടോ, ഓറഞ്ച് കളറിൽ, പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അത്രയും വലിയൊരു കംഫർട്ട് സോണിലാണ് ഞാൻ. പക്ഷേ ആ കംഫർട്ട് സോണിൽ ഞാൻ തുടർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇരിക്കും എന്ന് പറയുന്നൊരു തോട്ട് എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നെടുത്ത ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയും. വലിയൊരു റിസ്ക് ആയിരുന്നു. വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അന്ന് വീടിൻ്റെ ലോൺ അടഞ്ഞ് തീർന്നിട്ടില്ല തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇറങ്ങുമായിരുന്നു നമ്മൾ. പിന്നെ ഒരു 1.5 years I was with ഗവൺമെൻറ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് സ്വന്തം നിലയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും എല്ലാവരോടും പറയും, നമ്മൾ ഏത് ബിസിനസ്സിന് ഇറങ്ങുമ്പോഴും ആ ബിസിനസ്സിൽ നിന്ന് 6 മാസം നമുക്ക് ഒരു വരുമാനവും കിട്ടില്ല എന്ന ചിന്തയിൽ വേണം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ. അത് ബിസിനസ്സിൻ്റെ ഞാൻ പറയാറുള്ള ഒരു ബേസിക് പോയിന്റാണ്. അപ്പോൾ ഈ 6 മാസത്തേക്കുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. 7ാമത്തെ മാസം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. അപ്പോൾ 6 മാസത്തെ ഇതും മുന്നിൽ കണ്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ എനിക്കറിയാം എൻ്റെ ആഗ്രഹം ട്രെയിനിങ്, ആ ഒരു വിങ് തന്നെയാണ്. ട്രെയിനിങ് സെക്ടർ, കരിയർ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ തന്നെയാണ് ഏരിയ എന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷേ എവിടെ എങ്ങനെ എന്നുള്ള കാര്യം അപ്പോഴും മനസ്സിലൊരു ടഗ് ഓഫ് വാറാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അന്നേരമൊക്കെയാണ് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. ലോങ് ബാക്കിലെ എനിക്ക് വീഡിയോസ് 2010 കഴിഞ്ഞത് മുതൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഈ പണി ഇല്ലാതിരിക്കുന്ന സമയത്താണ് യൂട്യൂബ്? ഇല്ല, പണി ഉള്ളപ്പോൾ തന്നെയാണ് ഈ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പണി എന്താണ് കമ്പനി തുടങ്ങി? ഇല്ല, ആ സമയത്ത് ഞാനന്ന് ക്ലബ് ഓഫ് അമ്മയിൽ നിന്ന് ഇറങ്ങി ഗവൺമെന്റിന്റെ ഇതിലേക്ക് കയറുന്ന ആ സമയം തൊട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്താ പറയാ, ഈ ഒരു യൂട്യൂബ് റെവല്യൂഷൻ വന്നത് കോവിഡ് സമയത്താന്ന് പറയാം. ഇല്ല, ഞാൻ അന്ധകാലമാണ്. 2010-11 എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഉള്ളത്. അപ്പോൾ അത് വെച്ചാൽ അന്നത്തെ ക്യാമറ ഒക്കെ അറിയാമല്ലോ, ആ മൊബൈൽ ക്യാമറയിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ, അവനാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പോൾ അവൻ വീഡിയോ എടുക്കുന്നു, ഞാനൊരു കോണ്ടന്റ് പറയുന്നു. അപ്പോൾ അതിനെ നമ്മൾ എഴുതുന്നു. അതിൽ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കയറി വൈറലായി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറൽ, പക്ഷേ അന്നത്തെ ഇതിൽ വെച്ചാൽ കുറേ ആളുകളെങ്കിലും അത് കേട്ടു, കണ്ടു, തിരിച്ചറിഞ്ഞു, കുറേ കമൻറ്റുകൾ വന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ട്രെയിനിങ് സാധനം തന്നെയാണെന്നുള്ളത് എനിക്ക് ഷുവർ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നെ ഈ പ്രസംഗിക്കാനൊക്കെ വിളിക്കാം. അന്ന് ഈ മോട്ടിവേഷണൽ സ്പീച്ച് എന്നുള്ള വാക്കൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്തിനായിരുന്നു സംസാരിക്കും? ടോക്കോ? ഈ പലതരം അസോസിയേഷൻസ്, സ്കൂൾസ്, കമ്പനികൾ, അവരൊക്കെ അവരുടെ എന്തെങ്കിലും ഒരു ഇവന്റിൽ ഒരു സംസാരിക്കാനുണ്ടാവില്ല. കീനോട്ട് അഡ്രസ്സ് നിന്ന് നമ്മൾ പറയുന്ന പ്രൊഫഷണലി വിളിക്കുന്ന സംഭവത്തിൻ്റെ ഇത് അവർ വിളിക്കുന്നു, വന്നിട്ട് ഒരു മണിക്കൂർ ഒരു ക്ലാസ് എടുക്കാമോ, അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കാമോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൈസയാണ്. പക്ഷേ എല്ലായിടത്തും പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നും കൂടെ ഇറങ്ങിയതിൻ്റെ സമയത്ത് ഞാൻ പോകാത്ത സ്ഥലമില്ല. കുറേ എൻ്റെ ഫേസ്ബുക്ക് പഴയത് നിങ്ങൾ ബാക്കിലേക്ക് പോയി ഇപ്പോഴും നിങ്ങൾക്ക് ആ പിക്ചേഴ്സൊക്കെ കാണാം. എത്ര സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയോ. എങ്ങനെയൊക്കെ ബസ്സൊക്കെ കയറി, ട്രെയിനൊക്കെ കയറി, റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 3 മണിയാകുമ്പോൾ എത്തും. അവിടെ ഇരുന്നിട്ട് ഒരു 7 മണിയാകുമ്പം അരുന്ന് പുറത്തിറങ്ങും. അവിടുത്തെ കൊതുകേടിയും സാധനങ്ങളും പബ്ലിക് ടോയ്ലറ്റും ഇതിലൊക്കെ കൂടെ ഞാൻ കടന്നുപോയി. ആരും ചീത്ത വിളിച്ചില്ലേ ഈ സമയത്ത്? ഇത്രയും നല്ല ജോലി വിട്ടിട്ട് ആളുകളെല്ലാം പറഞ്ഞു, വീട്ടിലും ഇടയ്ക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ഇങ്ങനെ കിടന്ന് സഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യാൻ, ഇത്രയും ഒരു സൗകര്യത്തിലൊക്കെ ജീവിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് സ്ട്രഗിളാണ്, അതെനിക്കറിയാം, നല്ല സ്ട്രഗിളാണത്. പക്ഷേ ഈ സ്ട്രഗിളിലൂടെ പോയില്ലെങ്കിൽ ഒരു കാലത്തും നന്നാവില്ല. ഏത് കുടുംബം നമ്മൾ എടുത്തു നോക്കിയാലും ആ കുടുംബത്തിൽ ഏതോ ഒരു ജനറേഷനിലോ ഒരാളായിരിക്കും ആ കുടുംബത്തിൻ്റെ മൊത്തം ഫെയ്റ്റിനെ കയറി തീർത്തുന്നത്, അല്ലേ? ശരിയാണ്. അംബാനിയുടെ ഫാമിലിയിൽ നോക്കിയാൽ അത് ധീരുഭായ് അംബാനിയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, വൈ നോട്ട് മീ, എന്തുകൊണ്ട് എനിക്ക് ആ ആളായിക്കൂടാ? ഓക്കെ, അപ്പം അതിന് നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇരുന്നിട്ട് നമുക്ക് അമ്മ അങ്ങനെ ഉണ്ടാക്കി തന്നില്ല, അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കി തന്നില്ല, അമ്മാവൻ്റെ വക റബ്ബർ എസ്റ്റേറ്റ് കിട്ടിയില്ല, അപ്പൂപ്പൻ്റെ വക പിന്നെ കൃഷിയിടം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥയുമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും ഇത് തന്നെ പറയും, ഇല്ലേ? അവരന്ന് ഇതിൽ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പിൻതലമുറയെ കുറ്റപ്പെടുത്താതെ നമുക്കൊന്ന് വർക്ക് ചെയ്തൂടെ? നമുക്കും ചെയ്യാമല്ലോ. അപ്പോൾ അത് ചെയ്യുക, മാക്സിമം നമ്മളെ കൊണ്ടിടുന്ന എഫേർട്ട് ഇടുക. ആൻഡ് ആ എഫേർട്ട് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. കൺസിസ്റ്റൻസി ഇസ് കീ അല്ലേ? കീ ആണ്. കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ ഒരു എഫേർട്ട് വിട്ടിട്ട് 3 ദിവസം നമ്മൾ ചെയ്തു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടും, നമ്മൾ ഇട്ടു, നമ്മളങ്ങ് പോയി, ഇത് ഒരിക്കലും വിജയിക്കാൻ പോണില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുക, അതിനൊരു ടൈം ലൈനും വെക്കുക. ആ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇട്ടു, ആ ടൈം ലൈൻ വരെ നമ്മൾ നോക്കി, നമുക്കത് നടക്കുന്നില്ല, ചിലപ്പം നമ്മളത് ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ അതെന്ന് പറയുന്നത് ഒരു 2 ദിവസമോ 3 ദിവസമോ 3 മാസമോ അല്ല. ഇപ്പോൾ ചില ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സുകളും സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. ചിലത് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, അങ്ങനെ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ലിമിറ്റ് നമ്മൾ മനസ്സിൽ കാണും. ഇതാണ്, അതൊരു ചെറിയ സമയമല്ല. ഇതിനൊരു ടൈം ലിമിറ്റ് കണ്ടിരുന്നു? ഒരു ടൈം ലിമിറ്റ് ഞാൻ കണ്ടിരുന്നു. അതായത് ഞാൻ അന്ന് ഇറങ്ങി, ഞാൻ വിചാരിച്ചു 6 മാസം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ജീവിക്കാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 1.5 വർഷം കൂടി ഞാൻ എങ്ങനെയെങ്കിലും ഇത് ഓടിച്ചു കൊണ്ടുപോകും. അതായത് 2 വർഷമാണ് ടോട്ടൽ ഞാൻ കണ്ട സമയം. ഈ 2 വർഷം കൊണ്ടും എനിക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെവിടെയെങ്കിലും ജോലിക്ക് കയറും. എന്നെക്കൊണ്ട് അത് ആവുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം ഞാൻ അത്രയും സമയം അതിനു വേണ്ടി എഫേർട്ട് ഇട്ടു, ഞാനൊരു ടൈം ലൈൻ ഇട്ടു. ആ ടൈം ലൈൻ ഇട്ട് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തു പോയത്. അപ്പോൾ അങ്ങനെയാണ് കാലിബ്രി തുടങ്ങിയത്? കാലിബ്രി 2014 ഞാൻ കാലിബ്രി തുടങ്ങിയത്. അത് ദുബായിലാണ്? ഓഫ് ഓൾ പ്ലേസസ്. യെസ്. നാട്ടിൽ സുഖമായിട്ട് തുടങ്ങായിരുന്നല്ലോ, എന്തിനു ദുബായ് വരെ പോയി? അതെന്ന് വെച്ചാൽ ഈ 2012 to 2014 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പലതരം ഇവൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ദുബായിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പോയി എനിക്ക് തോന്നി ഇവിടെ തേടുന്നതിനേക്കാൾ, കാരണം ഒരു ഗ്ലോബൽ ഹബ്ബ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഇതിൽ തുടങ്ങാൻ നമുക്ക് പറ്റുന്നത് ദുബായാണ്. ആൻഡ് ആ സമയത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല നമുക്ക്, ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല. അപ്പോൾ ഒരു ഫണ്ട് ഞാൻ കാണണം എന്നുള്ളത്. അപ്പോൾ ബിസിനസ് തുടങ്ങാനായി ഒരു ഫണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫണ്ട് വെച്ച് തുടങ്ങി. എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് എന്താ പറയുക, ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, വലിയൊരു ഇതിനകത്ത് നമുക്കൊരു ചെറിയ മുറി മാത്രം. ആ ഒരു ബിസിനസ് സെൻറ്ററിലാണ് ഞാൻ എൻ്റെ ബിസിനസ് ആദ്യം തുടങ്ങുന്നത്. ഞാൻ മാത്രം ഇരിക്കുന്ന റൂം, അതായത് ആ MD റൂം എന്ന് പറയുന്നത് ഞാൻ അന്നെടുത്ത ബിസിനസ് സെൻറ്ററിൻ്റെ 2 ഇരട്ടി വലുപ്പമുണ്ട്. പക്ഷെ അത് തുടങ്ങിയത് അങ്ങനെ ഒരു ഇതിൽ നിന്നാണ്. അന്ന് ആരും ഉണ്ടായിരുന്നില്ല, ടീമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഫോൺ വിളിക്കും, കോൾഡ് കോൾ വിളിക്കും. അന്ന് എൻ്റെ പേര് വേറെയാണ്. അതേ റിസപ്ഷനിസ്റ്റിന്റെ പേര് സാന്ദ്ര എന്നായിരുന്നു. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. യെസ്, സാന്ദ്ര ഹിയർ. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ട്വിൻ സിസ്റ്റർ പേരുണ്ട്. ഗുഡ് മോർണിംഗ്, സാന്ദ്ര ഹിയർ ഫ്രം കാലിബ്രി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നിട്ട് പിന്നെ ഓരോ
നമ്മൾ ബിസിനസ് ബിൽഡ് ആവുന്നതിനനുസരിച്ച് ടീം വലുതായി വന്നു. അന്ന് ഈ പബ്ലിക്കിന് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എൻ്റെ കയ്യിലാണ്, ആ ഫോൺ എടുക്കുന്നത് ഞാനാണ്. എല്ലാം ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് ടീം വലുതായി വന്നു. നമ്മൾ And now you are the founder and CEO of 3 institutions. Yes. That's lovely, Sridhar. ഈ ഒരു ഞാൻ ഇന്ദ്രനൂയുടെ കോട്ടാണ് എനിക്ക് പെട്ടെന്ന് വരുന്നത് മനസ്സിൽ. ഷീ ഹാസ് സ്പെസിഫിക്കലി ടോൾഡ് ദാറ്റ് എ വുമൻ കാൺട്ട് ഹാവ് ഇറ്റ് ഓൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ശ്രീവിധ എങ്ങനെയാണ് കാണുന്നത്? കാൺട്ട് ഹാവ് ഇറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ഒരു സ്ത്രീയുടെ ഇതിൽ മാത്രമല്ല, എല്ലാവരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ല ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ആ മിസ്സായ സാധനത്തിൽ പ്രോമിനൻസ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, സ്ട്രെങ്ത്തുകളുണ്ട്. വി ഹാവ് ടു ഫോക്കസ് ഓൺ ദോസ് തിങ്സ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അത് ഓർത്തിട്ട് എനിക്ക് അതുണ്ടായിരുന്നില്ല, എനിക്ക് ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ വേറൊരു രീതിയിലാവുമായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻസൊക്കെ അവരെ അവിടെ വിട്ട് പഠിപ്പിച്ചു, എന്നെ നിങ്ങൾ ഇവിടെ വിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ അവരൊക്കെ സ്വത്ത് സൂക്ഷിച്ചു വെച്ചു, നിങ്ങൾ സൂക്ഷിച്ചു വെക്കാണ്ട് ചിലവാക്കി കളഞ്ഞു, അല്ലെങ്കിൽ എനിക്കിപ്പം ഒരു കോസ്റ്റ്ലി ലൈഫ് ജീവിക്കാമായിരുന്നു. ഇതൊന്നുമില്ല. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കാണും. ഓക്കെ, കൗണ്ട് ഓൺ ദോസ് തിങ്സ്. ആ സ്ട്രെങ്ത്തിനെ വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ബിൽഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് ലൈഫിൽ വേറൊരു ലെവലിലേക്ക് വളരാൻ സാധിക്കും. ശ്രീവിധയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിധയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സെറ്റ് ബാക്കിനെ മാറ്റിമറിച്ച് അതിലുള്ള ബ്ലെസ്സിങ് കണ്ടിട്ടാണ് യു മൂവ്ഡ് അഹെഡ് ഇൻ ലൈഫ്. Yes. Please tell me in your own words, how was this for you, this journey for you from your childhood? അച്ഛൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രസവിച്ചിട്ടാലും എന്നെ കൊണ്ട് വളർത്താൻ പറ്റുമോ, പെണ്ണാണ് എന്നുള്ളത്. അപ്പം വളർത്തി കാണിക്കും എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് വളർന്ന് ഞാൻ കാണിക്കണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ ഒരു വിത്തായി ഇട്ട് തന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഞാനൊരു പടികൂടി വീഴുന്നുണ്ടെങ്കിൽ അത്, ഞാനതിൽ നിന്ന് കയറുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ്. പേരൻ ചില അച്ഛന്മാർ 3-4 മക്കൾ പെൺകുട്ടികളാണ്, പക്ഷേ അത് പെൺകുട്ടികളാണെന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അവരെ വളർത്തുന്ന ഒരു അതും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഓൺ ദി അതർ സൈഡ് പെണ്ണായി പോയി എന്നുള്ളത് കൊണ്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യം ഉണ്ടെന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവരെ ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനിതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത് പോലും.